ഇക്ബാല, നമുക്ക് അറിയാം കരിമ്പ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇവർ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ ഒന്നുകൂടി പറയാമോ? ഇവരെല്ലാം തന്നെ ഒരേ സ്ഥലത്തു നിന്നുള്ളവരാണ്, ചെറുള്ളി സ്വദേശികളാണല്ലേ? ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥിനികൾ, ഇതിൽ 3 പേര് 8ാം ക്ലാസ് ഡി ഡിവിഷനിലുള്ളവരാണ്. ഇർഫാന, മിത, റിത. മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് ആയിഷ, 8E പഠിക്കുന്ന ആയിഷ. ഇങ്ങനെ 4 വിദ്യാർത്ഥിനികളാണ് അല്പസമയം മുമ്പ് കരിമ്പയ്ക്ക് സമീപം പനയമ്പാടം എന്ന് പറയുന്ന മേഖലയിൽ വെച്ചുണ്ടായ ഈ വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ 4 പേരുടെയും മുകളിലേക്ക് ഈ സിമന്റുമായി എത്തിയ വാഹനം മറിയുകയായിരുന്നു. ഇവർക്കൊപ്പം മറ്റ് 2 വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. തുപ്പനാടിന് സമീപമുള്ള ചെറുളി മേഖലയിലാണ് ഇവരുടെ വീട്. കരിമ്പ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് 3:15 ഈ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥിനികളാണ്. അവർ നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച ഈ പനയമ്പാടം വളവിൽ വെച്ചാണ് ഈ വാഹനം ഇവരുടെ നേരെ പാഞ്ഞു വന്നത്. ഈ വാഹനം വരുന്നത് കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥിനികൾ ഓടി രക്ഷപ്പെട്ടു. അത്ഭുതകരമായി ഇവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. മറ്റ് 4 പേർ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കരിമ്പ ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളായിട്ടുള്ള ഇർഫാന, മിത, റിത, ആയിഷ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് അവരുടെ മാതാപിതാക്കൾ വളർത്തിയിട്ടുള്ള 4 പിഞ്ചോമനകളാണ്. 4 പേരുടെ നേരെയാണ് ഈ വാഹനം പാഞ്ഞു വരികയും ഈ വാഹനം ഇവരുടെ മുകളിലേക്ക് മറിയുകയും ചെയ്തത്. 2 പേരെയാണ് വാഹനത്തിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച ആശുപത്രിയിലേക്ക് മാറ്റാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. നോക്കൂ ഇക്ബാൽ, ഏറെ ശ്രമകരമായിരുന്നു ആ രക്ഷാദൗത്യം എന്നാണല്ലോ അവിടെയുള്ളവർ പറഞ്ഞിരുന്നത്. ഒരു കുഞ്ഞിന്റെ മുടി മുറിച്ചാണ് അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നതുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നത്. അത്രത്തോളം ദുഷ്കരമായിരുന്നു. ഈ കുട്ടികൾ വീണ് കിടന്നിരുന്നത് ഒരു അഴുക്കുചാലിന് സമാനമായിട്ടുള്ള മണ്ണെടുത്തിട്ടുള്ള ഒരു പ്രദേശത്താണ്. അതിന് മുകളിലായി ഈ സിമന്റ് ചാക്കുകൾ ഉണ്ടായിരുന്നു, വാഹനം ഉണ്ടായിരുന്നു. 2 വിദ്യാർത്ഥിനികളെ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. ഇതിനുശേഷം 2 വിദ്യാർത്ഥിനികൾ കൂടി ഈ വാഹനത്തിനടിയിൽ കുടുങ്ങി കിടന്നിരുന്നു. ഇതിൽ ഒരാളിന്റെ ശരീരത്തിന് മുകളിൽ ഈ വാഹനത്തിന്റെ ടയർ പെട്ട് കിടക്കുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുടി ഉൾപ്പെടെ ഈ ടയറിനിടയിൽ പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് ആ കുട്ടിയെ മാറ്റാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് ഈ മുടി മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമാണ് ആ കുട്ടിയെ ഈ വാഹനത്തിന്റെ അടിയിൽ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഈ സമയം എടുത്തു ഈ രക്ഷാപ്രവർത്തനം നടത്താൻ എന്നുള്ളതാണ്. കാരണം ഭാരമുള്ള വാഹനമാണ്. നിരവധി ചാക്കുകൾ, സിമന്റുമായി വന്ന വാഹനമാണ്. അതിൽ നിരവധി സിമന്റ് ചാക്കുകൾ ഉണ്ടായിരുന്നു. ഈ സിമന്റ് ചാക്കുകളെല്ലാം പിന്നീട് ഈ അപകടം നടന്നതിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം 2 ക്രെയിനുകളും 2 JCBകളും ഉപയോഗിച്ച് ഈ വാഹനം അല്പമെങ്കിലും പൊക്കിയതിനു ശേഷമാണ് ഈ 2 കുട്ടികളെയും കൂടി രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. ഇതിൽ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. പകുതി വഴി വരെ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. നേരത്തെ രക്ഷാപ്രവർത്തകർ നേതൃത്വം നൽകിയവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞത് ആ കുട്ടിക്ക് അല്പം ജീവനുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രി എത്തുമ്പോഴേക്കും ആ കുട്ടിയും മരണപ്പെടുകയായിരുന്നു. ഏതായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടം. നാടിനെ മുഴുവൻ ഒരു തീരാ നഷ്ടമുണ്ടായിരിക്കുന്നു. കാരണം ആ നാട് മുഴുവൻ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന, അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് ഒരു ഉപരോധവും പ്രതിഷേധമെല്ലാം ഉണ്ടാവാൻ കാരണം അവരുടെ എല്ലാം പ്രിയപ്പെട്ട 4 വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. ആ പ്രധാന അധ്യാപകൻ, കരിമ്പ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. കാരണം അവരുടെ സ്കൂളിലെ മിടുക്കരായ 4 വിദ്യാർത്ഥികൾ 8ാം ക്ലാസ്സിലെ ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. അവിടെ നമ്മൾ ADM-നോട് ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസിനോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതായത് നിലവിൽ അഡീഷണൽ എസ് ആയിട്ടുള്ള ഹരിദാസൻ ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകിയിട്ടുള്ള വിവരപ്രകാരം ആദ്യം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കും. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് പൂർത്തീകരിക്കുക. നേരത്തെ തച്ചമ്പാറയിലും അതുപോലെ തന്നെ വട്ടമ്പലത്തെയും ആശുപത്രികളിൽ വെച്ച് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ബന്ധുക്കൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം നാട്ടുകാരുടെ പ്രതിഷേധം ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ഉണ്ടാകും. കളക്ടർ ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് എത്തിയ ഉടനെ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് പോകാനുള്ള സാധ്യതയും പ്രതിഷേധത്തിന്റെ സാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ
കാര്യങ്ങൾ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഇന്ന് തന്നെ പരമാവധി 4 വിദ്യാർത്ഥിനികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ 4 പിഞ്ചോമനകളുടെയും മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്നു, സ്ഥിരമായി മരണങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ പരാതി നൽകിയിട്ടും പ്രതിഷേധിച്ചതും ഒന്നും നടപടി ഉണ്ടാകുന്നില്ല. നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. തങ്ങൾക്ക് നേരെ അധികൃതർ കണ്ണടക്കുകയായിരുന്നു. ആ കണ്ണടച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് തങ്ങൾക്ക് പ്രിയപ്പെട്ട 4 ജീവനുകൾ നഷ്ടമായത്. ഇതുകൊണ്ട് തന്നെ ഇനിയൊരു തീരുമാനം ഉണ്ടാവാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. അവർ 2 മണിക്കൂറിലധികം സമയമാണ് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ അപകടം സംഭവിച്ച ഈ പനിയമ്പാടത്തും കരിമ്പയിലുമായി പ്രതിഷേധിച്ചത്. പിന്നീട് എവിടെയും ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി അവർക്ക് ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് നാട്ടുകാർ പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായത്. നാട്ടുകാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ നാളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ വെച്ചായിരിക്കും ഈ പ്രത്യേകമായി നടത്തുന്ന ഈ ചർച്ച ഉണ്ടാവുക. ആ ചർച്ചയിൽ വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റോഡിന്റെ അപാകത പരിഹരിക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കുമോ ആ നടപടികളെല്ലാം കൈക്കൊള്ളാനുള്ള തീരുമാനമായിരിക്കും ഈ ചർച്ചയിൽ ഉണ്ടാവുക എന്ന ഉറപ്പ് ADM ഇവിടെ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പിന്തിരിഞ്ഞു പോയത്. ഇപ്പോൾ നാട്ടുകാരും അതുപോലെ മറ്റുള്ള ഈ സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും എല്ലാം ഇപ്പോൾ ഈ കുട്ടികളുടെ മൃതദേഹം മാറ്റിയുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഇന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. അപകട വിവരം അറിഞ്ഞ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ തച്ചമ്പാറയിലെ ആശുപത്രിയിലേക്ക് എത്തി ഇവരുടെ ബന്ധുക്കളെയും അതുപോലെ സ്കൂളിലെ ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു, നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അല്പ സമയത്തിനകം തന്നെ പുറത്തു വരും. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമെന്നും അഡീഷണൽ SP അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അയാൾക്കെതിരെ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കും. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കും. പക്ഷേ നാട്ടുകാർ പറയുന്ന വിവരപ്രകാരം ഇത് ഡ്രൈവറുടെ ഒരു പാകപ്പിഴ മാത്രമായി അല്ലെങ്കിൽ ഒരു പിഴവ് മാത്രമായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം റോഡിന് വലിയ രീതിയിലുള്ളൊരു അപാകത ഉണ്ടായിരുന്നു. കാരണം ചെറിയ ചാറ്റൽ മഴ ഇന്ന് ഉച്ച മുതൽ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴ പെയ്താൽ നാട്ടുകാർ പറയുന്ന പോലെ തന്നെ ശക്തമായ മഴയല്ല, ചാറ്റൽ മഴ പെയ്താൽ ഈ റോഡ് അപകട കുഴിയായി അല്ലെങ്കിൽ അപകട കയമായി മാറും. ഇത് വളരെ മിനുസമുള്ള ഒരു റോഡായി മാറും. ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, നിയന്ത്രണം നഷ്ടപ്പെടും. ഭാരമുള്ള വാഹനം കൂടി ആയാൽ ഒരിക്കലും ബ്രേക്ക് കിട്ടാത്ത, നിയന്ത്രണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ അപകടം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ ഒരുപോലെ ഇപ്പോൾ സംശയിക്കുന്നത്. ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ള സിമന്റുമായി വന്നിട്ടുള്ള ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു വാഹനത്തിലിടിച്ച് മറിയാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ഒരുപോലെ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇന്ന് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഈ 4 വിദ്യാർത്ഥിനികളെയും ശേഷവും മറ്റേതെങ്കിലും ആളുകൾ ഈ വാഹനത്തിനടിയിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിന്നെയും ഈ വാഹനം മാറ്റി, മണ്ണ് മാറ്റി, അവിടെയുള്ള ചാക്കുകളെല്ലാം മാറ്റി പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം അവിടെ ആരും തന്നെ ഇനി കൂടുതലായി കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമാണ് നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നത്. ആ പ്രതിഷേധം പിന്നീട് മണിക്കൂറുകളോളം നീണ്ടു. പിന്നീട് ADMന്റെ കയ്യിൽ നിന്നും ഒരു ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ ആശുപത്രികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും 4 പിഞ്ചോമനകളെ നഷ്ടമായിരിക്കുന്നു കരിമ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. മിടുക്കരായ, പഠനത്തിൽ മിടുക്കരായിട്ടുള്ള, എല്ലാ മേഖലയിലും മിടുക്കരായിട്ടുള്ള 4 വിദ്യാർത്ഥിനികൾ. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം. കാരണം ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി സ്കൂളിലേക്ക് പോയ കുട്ടികളാണ്. 3:15 സ്കൂളിൽ ആ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിനികളാണ്. 3:45 ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി എത്തിയ സിമന്റ് കയറ്റിയ ആ വാഹനം അവരുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഈ 4 കുട്ടികളുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതാണ് ഏറെ ദാരുണം എന്ന് തന്നെ പറയണം. ഇപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അനുശോചിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്നതും ദാരുണവും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചന കുറിപ്പ് വന്നിരിക്കുന്നത്. ഏതായാലും വിശദമായി പരിശോധിച്ച് കൃത്യമായ നടപടികൾ, ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്.
വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നുണ്ട്. അഷ്കർ കൂടി തുടരുന്നുണ്ട്. അഷ്കർ, ഇപ്പോൾ എല്ലാ മൃതദേഹവും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നറിയില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതൊരു ശാശ്വത പരിഹാരം വേണം അപകട വളവിൽ എന്നതാണ്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. അതൊരു തുടർക്കഥയാകുമ്പോൾ നിരവധി ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ആവശ്യവുമായി നാട്ടുകാർ 2 മണിക്കൂറോളം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ കോങ്ങാട് MLA-യുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് നിരവധി തവണ ഉയർത്തിയിട്ടുള്ളൊരു വിഷയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്.